ചിന്ത നമ്മുടെ പ്രവൃത്തിയുടെ പേരിൽ ഉള്ളത് ചിന്തയാണ്. ചിന്ത ഫോം ചെയ്യുന്നത് മെമ്മറിയിൽ നിന്നാണ്. ഇനി നമ്മൾ അറിഞ്ഞിരിക്കുക, മെമ്മറിയും ശരീരവും ഒന്ന് തന്നെയാണ്. നമുക്ക് മെമ്മറിയെ ശരീരത്തിൽ നിന്ന് വേർതിരിക്കാൻ പറ്റുകയില്ല. ചില മെമ്മറിയെ നമുക്ക് നശിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ആ സെല്ലുകൾ നശിപ്പിച്ചു കളയണം. കമ്പ്യൂട്ടറിന് ഡിലേറ്റ് സിസ്റ്റം ഉണ്ടെങ്കിലും നമ്മുടെ തലച്ചോറിന് ഡിലേറ്റ് സിസ്റ്റം ഇല്ല. അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പ്രവൃത്തിയിലൊക്കെ മാറ്റം വരണമെങ്കിൽ നമ്മുടെ ശരീരം മാറിയാലേ നമ്മുടെ പ്രവൃത്തിയിൽ മാറ്റം ഉണ്ടാവുള്ളൂ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, എങ്ങനെയാണ് നമുക്ക് നമ്മുടെ ചിന്തയെ മാറ്റാൻ സാധിക്കുക? ചില ആളുകളുടെ തലയിൽ ചില ചിന്ത വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ അത് പോയില്ല. പോട്ടെ എന്ന് പറയുന്നു, അത് വീണ്ടും കയറി വരുന്നു, വീണ്ടും അത് കയറുന്നു, വീണ്ടും അങ്ങനെ ചിന്തയുമായിട്ട് മല്ലിട്ടുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. ചിലരിങ്ങനെ OCD ഒക്കെ ആയിട്ട് വന്നിരിക്കുന്ന ആളുകൾ ധാരാളമുണ്ട്. ചിന്ത എവിടെയാണോ ഇരിക്കുന്നത് അതെടുത്ത് മാറ്റിയാൽ ചിന്ത പോകും. അപ്പം തല മാറ്റിയാൽ ചിന്ത പോകും. അത് ലോകത്തിലുള്ള എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. ഹല്ലേലൂയ. ചിലർക്കറിയാം തല മാറ്റിയാലേ ചിന്ത പോകുള്ളൂ. അതുകൊണ്ട് അവർ കൃത്യം തല തന്നെ കൊണ്ടുപോയി റെയിൽവേ പാളത്തിൽ കൊണ്ടുവന്ന് വെച്ച് തല കളഞ്ഞ് ചിന്ത കളയുന്ന ആളുകളുണ്ട്. ചിന്ത ഇരിക്കുന്നത് തലയിലാണ്, ചിന്ത ഇരിക്കുന്നത് ശരീരത്തിലാണ്. ശരീരം മാറ്റിത്തരാമെന്ന് ലോക ചരിത്രത്തിൽ പറഞ്ഞ ഒരൊറ്റ വ്യക്തിയേ ഉള്ളൂ. അത് നമ്മുടെ കർത്താവായ ഈശോ മിശിഹായാണ്.